പ്രൈസ് ഗോഡ്. ദൈവവചനത്തിൽ റോമർ 8:28 പറയുന്നുണ്ട്, എല്ലാം കൂടെ നന്മയ്ക്കായിട്ട് വ്യാപരിക്കും. എന്ന് വെച്ചാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നമ്മുടെ പ്രവൃത്തികൾ എല്ലാം കൂടെ, എന്ന് വെച്ചാൽ നമ്മൾ ചെയ്തിട്ടുള്ള നല്ല കാര്യം, നമ്മൾ കഴിഞ്ഞ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള മോശം കാര്യമായിട്ട് നിൽക്കത്തില്ല. എല്ലാം കൂടെ നമുക്ക് നന്മയ്ക്കായിട്ട് വ്യാപരിപ്പിക്കാൻ കഴിവുള്ള ഒരു ജീവനുള്ള ദൈവമാണ് യേശുക്രിസ്തു. അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ കാണിച്ചിട്ടുള്ള മണ്ടത്തരം ഉൾപ്പെടെ, അതായത് യേശുവിനെ പിടിക്കാൻ വന്ന പട്ടാളക്കാരൻ്റെ നേരെ നമ്മൾ പത്രോസിൻ്റെ ഒരു അതിക്രമം കാണുന്നുണ്ട്. പുള്ളി അവർക്ക് പിടിക്കാൻ വന്നപ്പോൾ പുള്ളി വാളൊക്കെ എടുത്ത് വലിയ പരിപാടിയൊക്കെ നടത്തി വെട്ടി. എന്നാൽ നേരെ വെട്ടിയോ അതുമില്ല, ഒരുത്തൻ്റെ ചെവി അങ്ങ് പോയി. ഞാൻ പറഞ്ഞത്, നമ്മൾ കാണിക്കുന്ന മണ്ടത്തരങ്ങൾ അവിടെ മണ്ടത്തരമായിട്ട് നിലനിർത്തിയില്ല കർത്താവ്. ആ പോയ ചെവിയെ കർത്താവ് വലിയൊരു അത്ഭുതമാക്കി അതങ്ങ് ഉറപ്പിച്ചു കൊടുത്തു. എന്ന് വെച്ചാൽ കർത്താവ് നമുക്ക് നമ്മുടെ കഴിഞ്ഞു പോയ കാലത്തെ ബ്ലെയിം ചെയ്യുവാൻ തക്കവണ്ണം ഒന്നും നിലനിർത്താതാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. എന്ന് വെച്ചാൽ നമ്മൾ പഴയ സാധനം റിപ്പയർ ചെയ്ത് പുതിയതാക്കിയതല്ല കാര്യം. ആ വചനം കണ്ടിന്യൂഷൻ പറയുന്നതാ, ഒരു പുതിയ സൃഷ്ടിയാണ്, പഴയത് കഴിഞ്ഞുപോയി, ഓൾഡ് ഈസ് ഗോൺ. സോ വൺസ് യു ആർ ബോൺ അഗെയിൻ, യു ആർ ടോട്ടലി ന്യൂ. ഈ ദിവസങ്ങൾ പറയാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു മാരുതി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി, പുള്ളി പോയി അത് മാറ്റി ഹോണ്ട എടുത്തെങ്കിൽ പുള്ളിയുടെ മാരുതി സർവീസ് ഹിസ്റ്ററിയിൽ പോയി തപ്പിയിട്ട് മാരുതി അത് പണ്ട് വണ്ടിക്ക് ഇങ്ങനെ എഞ്ചിന് പ്രോബ്ലം ഉണ്ടായിരുന്നു, ആ പ്രോബ്ലം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പുള്ളിയെ അത് എഫക്റ്റ് ചെയ്യത്തില്ല. പുള്ളിയുടെ വണ്ടി ഇപ്പം മാരുതി അല്ല, പുള്ളിയുടെ വണ്ടി ഹോണ്ടയാണ്. മനസ്സിലായോ? ഇത് റിപ്പയർ ചെയ്ത് ശരിയായതല്ല, പഴയത് കഴിഞ്ഞു പോയി, പുതിയതാണ്. ഇറ്റ്സ് ഓൾ ന്യൂ. അപ്പം നിങ്ങളുടെ ജീവിതത്തിലെ പഴയ കാലത്തിൻ്റെ കണക്കിട്ട് ചോദ്യം ചെയ്ത് നിലനിർത്താനൊന്നും കർത്താവോട് ബാക്കി വെച്ചിട്ടില്ല. നിങ്ങൾ പുതിയതാണ്, പുതിയ സൃഷ്ടിയാണ്. ഗോഡ് ബ്ലെസ് യു.